കോതമംഗലത്ത് ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ കാട്ടാൻ ആക്രമണം. പൂയംകുട്ടി സ്വദേശി കൂനത്താൻ ബെന്നി വർഗീസിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബെന്നിയുടെ സ്കൂട്ടർ ആന തകർത്തു. പരിക്കേറ്റ അദ്ദേഹത്തെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6:45 ആദ്യത്തെ ബസ് പോയി, രണ്ടാമത്തെ ബസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ആന എൻ്റെ പുറകെ എത്തണേ. ഞാൻ ആദ്യം നോക്കി, ആന തൊട്ടടുത്ത് വന്നിട്ട് എങ്ങോടെ മാറേണ്ടതെന്ന് അറിയാൻ പാടാതെ. എന്നിട്ട് അവിടെ നിന്ന് ഒരെണ്ണം എൻ്റെ പുറകെ എത്തി. കൊമ്പൻ ഓടി എത്തി കഴിഞ്ഞപ്പോൾ തുമ്പക്കൈ എൻ്റെ പുറത്ത് മുട്ടി. ഞാൻ വീണു താഴത്തേക്ക്, ആ കട്ടിങ് താഴ്ത്തേക്ക് വീണു. അതാണ് സംഭവം. അത്രേ ഞാൻ ഓർക്കുള്ളൂ. പുലർച്ചെ റബ്ബർ വെട്ടുന്നതിനായി സ്കൂട്ടറിൽ പോവുകയായിരുന്ന ബെന്നിയെ പൂയംകുട്ടി കപ്പേളപ്പടിയിൽ വെച്ചാണ് കാട്ടാൻ ആക്രമിച്ചത്. റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് ഒരാന ബെന്നിയുടെ നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ബെന്നിയുടെ സ്കൂട്ടർ ആക്രമണത്തിനിടെ ആന തകർത്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബെന്നിക്ക് തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. കൈകാലുകൾക്ക് ചതവും മുറിവുമുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയില്ലെന്നും ബെന്നി പറയുന്നു. പിന്നെയുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ വീണുപോയി. പിന്നെ ബസ് വന്നു, ആൾക്കാർ വന്നു. പരിക്കിപ്പോ കൈക്ക് ഏറ്റവും പ്രശ്നം. ബാക്കിയൊക്കെ എന്നാ പറ്റിയെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അറിയാൻ പോകും. അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫെൻസിങ് ഓൾറെഡി കിടക്കുന്നതാണ്, ഇതെല്ലാം നശിച്ച് കിടക്കുന്നതാണ്, പോയി കിടക്കുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, പഞ്ചായത്തിലും റേഞ്ച് ഓഫീസിലേക്ക് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇതുവരെ നടപടി എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവർ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. തണ്ടയിലാണെങ്കിലും നമ്മൾ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഫെൻസിങ് നന്നാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഇതുവരെ യാതൊരു നടപടിയും ഇല്ലാത്തതാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,